ഇത് കണ്ടല്ലോ, നല്ല കിട്ടില്ലെന്ന് പപ്പായ കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കിയാലോ. നോമ്പാണ്, കൂടെ ചൂടുവാണല്ലേ, രണ്ടിനും ഇത് ബെസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങളെ നോമ്പ് സൽക്കാരമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ. നമുക്ക് ആദ്യം ചവ്വരി ഒന്ന് കുതിർത്തെടുക്കാനുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചവ്വരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിതൊന്ന് കുതിർത്തെടുക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് രാത്രി തന്നെ ചവ്വരി കുതിർത്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചവ്വരി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുതിർത്തെടുത്ത ചവ്വരിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നിങ്ങൾ എത്ര വെള്ളം എടുത്ത് വേവിക്കണം എന്നുള്ളത് ഇവിടെ വിഷയമല്ല, കാരണം നമ്മളത് ഊറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ 2.5 കപ്പിൻ്റെ വേണമെന്നൊന്നുമില്ല, അതിൽ കൂടുതൽ എടുക്കാം. നമുക്ക് ഈ ചവ്വരി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ഇതൊരു കൊട്ടയിലിട്ടിട്ട് വെള്ളം നല്ല പോലെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ചവ്വരി ഉണ്ടല്ലോ ഒരു വലിയ ബോളിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പാക്കിയിട്ട് കുറച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പപ്പായാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 3 കപ്പോളം പപ്പായ എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കുടിക്കാനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ പീസാക്കിയിട്ട് ഇടാതിരിക്കുക കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തു, പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. പെട്ടെന്ന് വിളമ്പാനുള്ളതാണെങ്കിൽ 1.5 കപ്പ് പാൽ തന്നെ മതിയാവും. പിന്നെ നമ്മളിത് വെക്കും തോറും ഇതൊന്ന് വെള്ളം കുടിക്കുന്ന പോലെ ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 2 കപ്പോ 2.5 കപ്പോ നിങ്ങൾക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓറഞ്ച് എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാമിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തല്ലോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് തിളപ്പിക്കുന്ന സമയത്തെ അതിൻ്റെ കൂടെ പഞ്ചസാര തിളപ്പിച്ചിട്ട് എടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള പാല് മതിയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ കൂട്ടിയിട്ട് തിളപ്പിക്കാതിരുന്നത് കേട്ടോ. ഇതേ ഇത്രേ ഉള്ളൂ, മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങ് കുടിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലോ അങ്ങനെയൊക്കെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പാൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ചവരി ഒന്നും കൂടെ വെള്ളം കുടിച്ച് വരും, അപ്പം ഇത് ഒന്നുകൂടെ അങ്ങനെ കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പാല് വീണ്ടും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം അതുപോലെ തന്നെ അങ്ങ് സെർവ് ചെയ്യാണ്. തണുപ്പിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തണുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.